കൃഷിമന്ത്രി നൽകിയ പേരുകളെല്ലാം തള്ളിക്കൊണ്ട് ബി.ജെ.പി. അനുഭാവിയായ ബി.ജെ.പി. സംഘടനാ നേതാവിനെ കാർഷിക സർവകലാശാലയുടെ വിസിയാക്കിയിരിക്കുകയാണ് ലോക് ഭവൻ. ബി.ജെ.പി. സംഘടനയായിട്ടുള്ള അധ്യാപക പരിഷത്തിന്റെ നേതാവ് ഡോക്ടർ സജിത റാണിയെ കാർഷിക സർവകലാശാലയിലെ താൽക്കാലിക വിസിയായി നിയമിച്ചു. സ്ഥിരം വിസിയെ നിയമിക്കും വരെയാണ് നിയമനം. ഇത് സംബന്ധിച്ച് ലോക് ഭവൻ ഉത്തരവിറക്കി. കൃഷിമന്ത്രി ടി സിദ്ദിഖ് നൽകിയ പേരുകൾ ലോക് ഭവൻ തള്ളിക്കൊണ്ടാണ് ഡോക്ടർ സജിത റാണിയുടെ നിയമനം. കാർഷിക സർവകലാശാല വൈസ് ചാൻസലറായി ബി.ജെ.പി. സംഘടനാ നേതാവിനെ നിയമിച്ചിരിക്കുകയാണ് ലോക് ഭവൻ. അധ്യാപക പരിഷത്ത് നേതാവ് ഡോക്ടർ സജിത റാണിയാണ് പുതിയ വൈസ് ചാൻസലർ. എം.ജി. സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനത്തിന് തൊട്ടു പിന്നാലെയാണ് കാർഷിക സർവകലാശാലയിലും ബി.ജെ.പി. ബന്ധമുള്ള വൈസ് ചാൻസലറെ നിയമിച്ചിരിക്കുന്നത്. കൃഷിമന്ത്രി നൽകിയ പേരുകൾ തള്ളിയാണ് ഈ അധ്യാപക പരിഷത്ത് നേതാവിന് നിയമനം നൽകിയിരിക്കുന്നതും അതും ശ്രദ്ധേയമായ കാര്യമാണ്. കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി കൃഷിമന്ത്രി നിർദ്ദേശിച്ച പേരുകൾ തള്ളിക്കൊണ്ട് ബി.ജെ.പി. സംഘടനയായ അധ്യാപക പരിഷത്തിന്റെ നേതാവ് ഡോക്ടർ സജിത റാണിയെ നിയമിച്ചതിൽ ഗവർണർക്കെതിരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. ഈ നിയമനം ജനാധിപത്യ വ്യവസ്ഥയുടെ ലംഘനമാണ് എന്ന് മന്ത്രി പറഞ്ഞു. എന്നാൽ സംസ്ഥാന സർക്കാർ നൽകിയ പട്ടിക പോലും പരിഗണിക്കാതെയാണ് ടി സജിത റാണിയുടെ നിയമനം എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. സജിതയുടെ യോഗ്യത എന്താണ് എന്ന് തനിക്കറിയില്ല എന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് സർവകലാശാലകൾ എന്ന് പറയുന്നത് അതിൻ്റെ അധികാരം അത് തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന ഗവൺമെന്റിൽ നിക്ഷിപ്തമായിട്ടുള്ളതാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ ചാൻസലർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ സർവകലാശാലകളിലേക്ക് അവരുടെ അധികാരം പിടിച്ചടക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും അത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു നടപടി തന്നെയാണ്. ബി.ജെ.പി. അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തുടനീളം തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരുകളുടെ താല്പര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ നയങ്ങൾക്കും വിരുദ്ധമായി അപകടകരമായ വിധത്തിൽ ഇത്തരത്തിൽ നിയമനങ്ങൾ നടത്തുന്നത് അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ അധികാരങ്ങളിലേക്കുള്ള ഒരു കടന്നുകയറ്റം എന്ന നിലയിൽ നമുക്ക് ഇതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല.